ചെറുപ്പിനിടയിൽ ഒരു ദിവസത്തെ സംഭവം എന്ന് പറഞ്ഞ് ഞാൻ ഒന്നാം ഭാഗം ചെയ്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറേ വീഡിയോസ് വന്നതുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറുപ്പിനുള്ള പാചകത്തിന് പോകാനായിട്ട് പാത്രങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതെല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയാക്കി വേണം നമുക്ക് കൊണ്ടുപോകാൻ. ഇതിൻ്റെ ഒന്നാം ഭാഗത്ത് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. നമുക്ക് ഇന്ന് രണ്ടാം ഭാഗത്തിൽ അന്ന് ഞാൻ കാണിച്ചത് ഓലനും പായസവും ഒക്കെ വെക്കുന്നതായിരുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ ബാക്കി സൈഡ് ഡിഷുകളും പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള 1-2 കറികളും ഒക്കെ വെക്കുന്നതാണെന്ന് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി വണ്ടി കയറ്റി കണ്ടോ എല്ലാം അടുക്കി നമ്മൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എണ്ണക്കാട് കൊട്ടാരത്തിൽ ചെറുപ്പിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെന്നപാട് നമ്മൾ ആദ്യം ചെയ്തത് കായെല്ലാം തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. നമുക്ക് കുറേ സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ കായ വറക്കണം, പിന്നെ പാവയ്ക്ക വറക്കണം. അപ്പോൾ നമ്മൾ വറക്കാനായിട്ട് തുടങ്ങുക. അതിനാദ്യം കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് കണ്ടോ ഇതേപോലെ തൊലി കളയണം. കായയുടെ തൊലി തോരൻ വെക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കായയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു. അപ്പോൾ തൊലി കളയുമ്പോൾ കയ്യെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കയ്യെ കുറച്ച് വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് നമ്മൾ അരിയുവാണെങ്കിൽ കായയുടെ കറ ഒട്ടും നമ്മുടെ കയ്യെ പറ്റത്തില്ല. കണ്ടോ കായെല്ലാം തൊലി കളഞ്ഞ് നമ്മൾ ഇതേപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞ് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഉപ്പേരിക്ക് വട്ടത്തിലോ 4ആയിട്ടോ ഒക്കെ ഇല്ലയോ അരിയാറുള്ളത്. ഇതങ്ങനല്ല, ഇത് 2ആയിട്ട് പൊളന്നിട്ട് അങ്ങനെ തന്നെ അരിയണം. അങ്ങനെയാണ് നമ്മൾ അരിയുന്നത്. അർദ്ധവൃത്താകൃതിയിൽ നമ്മൾ വട്ടത്തിൻ്റെ നടുകെ ഒന്ന് മുറിക്കത്തില്ലേ, അങ്ങനെ 2 കഷ്ണങ്ങളായിട്ടാണ് ഇതിനെ നമ്മൾ ഉപ്പേരി വറക്കാനായിട്ട് അരിയുന്നത്. കണ്ടോ കായെല്ലാം തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി അത് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് നമുക്ക് ഉപ്പേരി വറക്കാം. കണ്ടോ ഇതേപോലെ കായ അരിയേണ്ടത് ഇങ്ങനെ ഈ ഷേപ്പിനാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി എണ്ണ നല്ലപോലെ ചൂടാവുമ്പം നമുക്ക് വറുത്തിങ്ങെടുക്കാം. ഇത് വലിയ ഉരുളിയും ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഏകദേശം 1-2 പ്രാവശ്യം ഇടാനുള്ളതേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ വറുത്ത് കോരി നല്ല അടിപൊളി ഉപ്പേരിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ വറക്കാനിട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പുവെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ നല്ല മഞ്ഞ നിറത്തിലുള്ള അടിപൊളി ഉപ്പേരി. അപ്പോൾ ഇനി അടുത്ത് വറക്കാനുള്ളത് പാവയ്ക്കയാണ്. പാവയ്ക്കകളെല്ലാം കഴുകി വൃത്തിയാക്കി വട്ടത്തിലരിയണം. അതിനകത്തെ കുരുവെല്ലാം കളയണം. കുരുവെല്ലാം കളഞ്ഞ് കണ്ടോ ഇതേപോലെ അരിയണം. അതൊന്ന് നടുകെ മുറിച്ചിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. കനം കുറച്ച് വേണം അരിയാൻ. എന്നിട്ട് നമ്മൾ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പുവെള്ളം ഒഴിച്ച് വറുത്തെടുക്കാം. ഉപ്പേരി വറക്കുന്ന പോലെ തന്നെ പാവയ്ക്കയും വറക്കുന്നത്. അപ്പോൾ ആദ്യം ഉപ്പേരി വറുത്ത് കോരണം, എന്നിട്ട് വേണം പാവയ്ക്ക ഇടാൻ. അല്ലെങ്കിൽ പാവയ്ക്ക വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെളിച്ചെണ്ണ കഴിക്കും, പിന്നെ വേറെ ഒന്നിനും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേണ്ട പാവയ്ക്കകളെല്ലാം കഴുകി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ നെടുകെ ഒന്ന് മുറിച്ച് 2 കഷ്ണമാക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി നമുക്ക് വറുത്തെടുക്കാം. കണ്ടോ അങ്ങനെ ഉപ്പേരി വറക്കലും പാവയ്ക്ക വറക്കലും കഴിഞ്ഞു. ഇനി ഇതിനിടയ്ക്ക് നമ്മൾ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതുണ്ട്. അത് വലിയ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു. അതിൻ്റെ മുകളിലത്തെ തട്ടിൽ തന്നെ നമുക്ക് അട ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ അട ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം വേവിച്ചതും അടയുമാണ് ഇത്. കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൈഡ് ഡിഷ് പോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളായി. പഴം നുറുക്ക്, അട, പിന്നെ പാവയ്ക്ക വറുത്തത്, ഉപ്പേരി വറുത്തത്, ഇതെല്ലാം നമ്മൾ സൈഡ് ഡിഷ് പോലെ വെക്കുന്ന സാധനങ്ങളാണ്. കണ്ടോ ഇതാണ് അട. ഇത് ഞാൻ വേറെയും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ കാണിക്കാതിരുന്നത്. വാഴയിലയിലോട്ട് അരി അരച്ചത്, അരിപ്പൊടിയല്ല എടുത്തത്, അരി അരച്ച് പരത്തിയിട്ട് അതിൻ്റെ നടുക്കോട്ട് ശർക്കരയും തേങ്ങയും പഴവും കൂടെ കുഴച്ച് വെച്ചിട്ട് അത് ഇല മടക്കി ഇതേപോലെ ആക്കി വെക്കും. അങ്ങനെ അട ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പാവയ്ക്ക വറുത്ത് കോരിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 4 ഐറ്റം റെഡിയായി. 2 അടുപ്പിൽ അപ്പുറവും ഇപ്പുറവും ആയിട്ട് വെച്ച് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെയല്ല, വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള
പുളിശ്ശേരിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കറിയും കൂടെ ഉണ്ട്. നമ്മൾ മാങ്ങ എപ്പോഴും മുളക് പൊടിയൊക്കെ ഇട്ട് അല്ലേ വെക്കുന്നത്. ഇത് നമ്മൾ മാങ്ങ, നല്ല വിളഞ്ഞ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. കണ്ടോ, ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. അപ്പോൾ ഈ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് ഉപ്പ് പുരട്ടി വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ആ വെള്ളം അങ്ങ് കളയണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പുളി അങ്ങ് പോയി കിട്ടും. അങ്ങനെ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വെക്കണം. അതാണ് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു മാങ്ങ. നമ്മൾ മുളക് പൊടി, ഉലുവാപ്പൊടിയൊന്നും ഇടുന്നില്ല. നമ്മൾ മാങ്ങ പെരക്ക് പോലെ തന്നെ ആക്കി വെക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ തലേ ദിവസമേ തന്നെ ചെന്നു. ആദ്യം നമ്മൾ പച്ചക്കറിയെല്ലാം എടുത്ത് നോക്കി തലേ ദിവസം തന്നെ എല്ലാം അരിഞ്ഞു വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ കറികളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. കണ്ടോ, എല്ലാം തലേ ദിവസമേ അരിഞ്ഞ് റെഡിയാക്കി കഴുകി അരിയാനുള്ളതെല്ലാം കഴുകി അരിഞ്ഞ് വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുവാണെല്ലാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓലനും പായസം, 2 കൂട്ടം പായസവും ഉണ്ടാക്കുന്നതാണ് കാണിച്ചത്. കാണാത്തവരൊന്ന് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിൽ നിന്നാണ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഓരോരോ കൂട്ടാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ള ചേനയാണ് അരിയുന്നത്. ഓരോന്നിനും ഓരോ ഷേപ്പല്ലേ അരിയുന്നത്. ചേനയെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് ഓരോ സെക്ഷനായിട്ട് അരിഞ്ഞരിഞ്ഞ് മാറ്റി. ഇനി ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കൂട്ടാനായിട്ടുള്ള പുളിശ്ശേരിക്കുള്ള വെള്ളരിക്കയും ചേനയും കൂടെ പുളിശ്ശേരി വെക്കുന്നത്. അപ്പോൾ അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി അരിഞ്ഞ് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മളത് വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഇടത്തില്ല കേട്ടോ, ഇതിന് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞ് അതേപോലെ മുളകിടത്തില്ല, മുളക് പൊടി ഇടത്തില്ല, പച്ചമുളകൊന്നും ഇടത്തില്ല, കുരുമുളക് മാത്രമേ ഇടുകയുള്ളൂ, കുരുമുളക് പൊടി. അപ്പം ഇനി ഇതെല്ലാം അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് നല്ല അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് ചേർക്കണം. തേങ്ങ അരയ്ക്കാൻ നേരം അതിനകത്തും വേറെ ഒന്നും ചേർക്കത്തില്ല. മുളകും പച്ചമുളകും കരിവേപ്പില ഒന്നും ചേർക്കാതെ തന്നെ തേങ്ങ മാത്രം അരച്ചെടുത്തിട്ട് അതാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. കണ്ടോ, കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. അപ്പം നമ്മൾ ചേനയൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. നമ്മൾ ആദ്യം കഷ്ണം എല്ലാം അരിഞ്ഞിട്ട് വേവാൻ താമസമുള്ള കഷ്ണങ്ങളെല്ലാം പ്രത്യേകം വേവിച്ചെടുത്തായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമുക്ക് വെള്ളരിക്ക മാത്രം വേവിക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. കണ്ടോ, ഇനി വെള്ളരിക്കയെല്ലാം നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക. സാധാരണ നമ്മൾ വെക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിശ്ശേരിയല്ലേ ഇത്. നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ വെക്കുന്നത്. ഇതിപ്പം മഞ്ഞളൊന്നുമില്ല, നല്ല വെളുത്തിരിക്കുന്ന പുളിശ്ശേരിയാണ് വെക്കുന്നത്. കണ്ടോ, വെള്ളരിക്ക വെച്ചു, ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇട്ടു.
കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി ഏറെ ഇട്ടോണം. കാര്യം നമ്മൾ വേറെ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളക് പൊടിയുടെ എരിവും സ്വാദും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടി കൂടുതലിടണം. ഇനി നല്ലപോലെ ഇതൊന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തൈര്, പുളിയില്ലാത്ത കട്ട തൈരാണിത്. അപ്പോൾ ഇതും കൂടെ അതിനകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ചു. അപ്പോൾ ഇതെല്ലാം നല്ല വെളുത്തിരിക്കും കേട്ടോ. കണ്ടോ, ചേന വേവിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. നല്ല അടിപൊളി പുളിശ്ശേരിയായിരുന്നു കേട്ടോ. എല്ലാവരും അഭിപ്രായം പറഞ്ഞു നല്ലതായിരുന്നു എന്ന്. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വെച്ച് കഴിയുമ്പോൾ അതിന് നല്ലതാണ് എന്നൊരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കണ്ടോ, അപ്പോൾ ഇതിന് ധാരാളം തേങ്ങ വേണം കേട്ടോ. കാരണം ഒരുപാട് അളവിനുള്ള കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, വാർപ്പിനകത്താണ്. അപ്പം അത്രയുള്ള തേങ്ങ വേണം. വേണ്ട, നമ്മൾ വെള്ളരിക്ക എല്ലാം വെന്ത് കഴിഞ്ഞപ്പം ചേന ഇട്ടു. ഇനി വെള്ളരിക്കയും ചേനയും കൂടെ നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ അത് രണ്ടും കൂടെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അങ്ങനെ ഇത് മാത്രമല്ല, നമ്മൾ വെച്ച കൂട്ടാനുകളെല്ലാം നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ ചില പരിപാടികളും കൂടെ നമുക്കുണ്ട്. ചെറിയ ചെറിയ സദ്യകൾ ഒരുക്കും. കണ്ടോ, തൈരൊഴിച്ചു, കട്ട തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് വൃത്തിയായിട്ട് ഒന്ന് ഇളക്കണം. ഇനി ഇതെല്ലാം നല്ലപോലെ തിളച്ച് ആ പുളിശ്ശേരിക്കകത്തുള്ള വെള്ളവും ആ തൈരിനകത്തുള്ള വെള്ളവും എല്ലാം നല്ലപോലെ വറ്റണം. അത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മൾ സാധാരണ പോലെ ഇതൊന്ന് പതഞ്ഞാൽ പോരാ. ഇത് നല്ലപോലെ തിളച്ച് ഇതിനകത്തുള്ള എല്ലാ വെള്ളവും വറ്റണം. അല്ലെങ്കിൽ പുളിശ്ശേരി ഒരുപാട് വെള്ളമായി പോകും. ഒത്തിരി വെള്ളമാകരുത്, ഒരുപാട് കുറിയും പോകരുത്. ആ ഒരു പരുവത്തിന് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കാം. പുളിശ്ശേരിക്കകത്ത് ജീരകം കണ്ട് വറുത്തിടുന്നത് വേണ്ടേ? അപ്പം ഇനി തേങ്ങയും കൂടെ ചേർത്താൽ മതിയോ? അരച്ച് വെച്ചേക്കുന്നു. അത് തേങ്ങ ഒഴിച്ചിട്ട് അതിൻ്റെ നമ്മുടെ പുളിശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ഇത് നമ്മൾ വെക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. അപ്പോൾ അടുത്ത നമുക്ക് എരിശ്ശേരിക്കായിട്ട് വാർപ്പൊഴിച്ചെടുക്കണം. അപ്പോൾ പുളിശ്ശേരി ആയതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് എരിശ്ശേരി വെക്കാം. അപ്പോൾ അതിനും ഒരുവിധം കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് തേങ്ങ അരച്ച് ചേർത്തേച്ചാൽ മതി. അതിനും കുരുമുളക് പൊടി തന്നെ ഇടുന്നത്. പിന്നെ അതുണ്ട്, നമ്മൾ ആവശ്യത്തിന് എല്ലാം ആയിക്കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പോരാ, ഉപ്പോ കുരുമുളക് പൊടിയോ വല്ലതും പോരാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇടണം. അപ്പോൾ പുളിശ്ശേരിക്കകത്ത് കുറച്ചുകൂടെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടു. ഇനി അത് കോരി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കൂട്ടാനായിട്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കാൻ. എരിശ്ശേരിയിലും ഇതേപോലെ കഷ്ണമെല്ലാം വേവിച്ചതെല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങ അരച്ച് ചേർക്കും. അത് കഴിഞ്ഞ് തേങ്ങ വറുത്തിടണം എരിശ്ശേരിയിൽ. അപ്പോൾ വറുക്കാനായിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ വേണം. ഈ തേങ്ങ വറുത്തിടുന്നതിലാണല്ലോ എരിശ്ശേരിയുടെ ആ ഒരു ടേസ്റ്റ്. അപ്പം നമുക്കിനി എരിശ്ശേരി വയ്ക്കാം.
പിന്നെ ഈ കറികളൊക്കെ ഇതായിക്കഴിഞ്ഞ് കുറച്ച് നേരം ഇതിനകത്ത് ഇരുന്നിട്ടേ മാറ്റാവൂ എന്നൊക്കെ പറയും, പാത്രഭാഗം വരിക എന്ന് പറയും. പക്ഷേ നമുക്ക് സമയവും ഒരുപാടായിരുന്നു. അതേപോലെ നമുക്ക് പാത്രങ്ങളുടെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അതെടുത്ത് മാറ്റി ആ പാത്രത്തിൽ തന്നെ വേണമല്ലോ അടുത്ത കൂട്ടാൻ വെക്കാൻ. അങ്ങനെയല്ല, നമുക്ക് വേറെ വാർപ്പൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആയിക്കഴിഞ്ഞ് കുറച്ച് നേരം ഒന്നിരുന്നിട്ടേ നമുക്കത് കോരി മാറ്റാവുള്ളായിരുന്നു. ഇനി അടുത്ത കൂട്ടാൻ വയ്ക്കാം. കണ്ടോ, നമ്മൾ ചേന വേവിച്ച് വെച്ചേക്കുമല്ലായിരുന്നോ, അപ്പോൾ അതെടുത്ത് ആ വാർപ്പിലോട്ടിട്ട് അത് പിന്നെ വേവുന്നതിന് താമസമൊന്നുമില്ലല്ലോ, വെന്ത ചേനയും കായും എല്ലാം വെന്തതായതുകൊണ്ട് അതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ചേന എടുത്തിട്ടു, ഉപ്പിട്ടു. ചേനയും കായേ ഉള്ളൂ, തേങ്ങയും കൂടെ ചേർത്ത് വറുത്ത് വിടും. ഇത്രേ ഉള്ളൂ. എരിശ്ശേരി റെഡി. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ചെറുപ്പാണെന്ന്, അപ്പോൾ അതിൻ്റെ ഭജനയും നാമജപവും ഒക്കെയാണ് കേട്ടത്. പിന്നെ അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡിയായി. കഷ്ണമെല്ലാം വെന്തു, തേങ്ങ ചേർത്തു, അത് കഴിഞ്ഞ് തേങ്ങ വറുത്ത തേങ്ങ ചേർത്തു. കണ്ടോ, തേങ്ങ വറുത്തത് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നല്ലപോലെ ഒന്ന് കുറുകി വരണം. എരിശ്ശേരി ആകുമ്പം പിന്നെ അത് അധികം വെള്ളമാക്കണ്ട, അതുകൊണ്ട് കുറുകിയ എരിശ്ശേരിയായിട്ട് വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ വിഭവങ്ങളായിട്ട് ഒരുവിധം എല്ലാം ആയി. നമ്മൾ ഉപ്പേരി വറുത്തു, പാവയ്ക്ക വറുത്തു, പിന്നെ പഴനുറുക്ക്, അട, പിന്നെ പുളിശ്ശേരി, എരിശ്ശേരി. ഇനിയും നമുക്ക് വെക്കാനുള്ളത് മെഴുക്കുവരട്ടിയാണ്. പിന്നെ ഓലന് 2 തരം പായസവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുമായിട്ടുള്ള ഒരു സദ്യ. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ലേ വെച്ചത്. വെളുത്ത പുളിശ്ശേരി, വെളുത്ത എരിശ്ശേരി, മഞ്ഞൾ വേണ്ട, മുളക് വേണ്ട, കരിവേപ്പില വേണ്ട, കടുക് വറുത്തിടണ്ട, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സദ്യ. ഇനി നമുക്ക് മെഴുക്കുവരട്ടി മാത്രമേ വെക്കാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ പയറും ചേനയും കായും എല്ലാം വേറെ വേറെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി കോവയ്ക്ക മാത്രമേ ഉള്ളൂ. കോവയ്ക്കയും കൂടെ അരിഞ്ഞ് കോവയ്ക്ക ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാര്യം നമ്മളെല്ലാം വെള്ളം ഒഴിച്ച് വേവിച്ചതാണല്ലോ. അപ്പോൾ വേണ്ട നമ്മുടെ എരിശ്ശേരി എല്ലാം ആയി. അത് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി. ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടി. കണ്ടോ, എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. ചേന, കായ, പയറ്, കോവയ്ക്ക. ഇത് വഴറ്റുന്ന കണ്ടോ, വെളിച്ചെണ്ണയിൽ മാത്രമാണ് വഴറ്റുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കത്തേയില്ല. കഷ്ണം എല്ലാം കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി, അത് വഴണ്ട് വെന്തോളും.
അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കൂട്ടാനുകളായി, 2 തരം പായസവുമായി. പിന്നെ ഇതിന് പ്രധാനമായിട്ടും ഉണക്കലരി ചോറാണ് വെക്കുന്നത്. അപ്പോൾ ഉണക്കച്ചോറും ഇത്രയും വിഭവങ്ങൾ. അപ്പോൾ എൻ്റെ 2 ഭാഗങ്ങളിലായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഭാഗം കാണാത്തവർ ആദ്യത്തെ ഭാഗം ഒന്ന് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, കോവയ്ക്ക വട്ടത്തിലാണ് അരിയുന്നത്. കോവയ്ക്കയുടെ ഞെടുപ്പും തലയെല്ലാം കളഞ്ഞതിന് ശേഷം വട്ടത്തിലരിയുന്നു. കോവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്ത് വട്ടത്തിലരിഞ്ഞ് കോവയ്ക്ക മാത്രം വേവിച്ചാൽ മതി. ഇനി ബാക്കിയെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് അടിപൊളി മെഴുക്ക് പുരട്ടി. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള കുറേ ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള വീഡിയോകളൊക്കെ കാണാത്തവരെല്ലാം ഒന്ന് കാണുക. നമ്മുടെ തിരുവാതിര, പിന്നെ പന്തീരായിരത്തെട്ട് നാളികേരത്തിൻ്റെ വേട്ടക്കരൻ പാട്ട്, പിന്നെ ഇതിൻ്റെ ആദ്യമുള്ള വിഭവങ്ങൾ ഞാൻ ആദ്യ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വിഭവങ്ങളെല്ലാം ഇപ്പോൾ ഇടുന്നു. അപ്പോൾ തലേ ദിവസമേ തന്നെ ചെന്ന് എല്ലാം റെഡിയാക്കി വെച്ചു. ആദ്യം കഷ്ണങ്ങളെല്ലാം നോക്കി പോരാത്തതെല്ലാം വാങ്ങിപ്പിച്ച് എല്ലാം അരിഞ്ഞു വെച്ചു. പിറ്റേ ദിവസം വെളുപ്പിനെ വന്ന് നമ്മളെല്ലാ വിഭവങ്ങളും ആക്കി. ഇത് കണ്ടോ, ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞതെല്ലാം അങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ട് എല്ലാം അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് വേണുന്നതിനൊക്കെ ഇടുമായിരുന്നു. പുളിശ്ശേരിക്കും മെഴുക്കുവരട്ടിക്കും എരിശ്ശേരിക്കൊക്കെയുള്ള ചേന ഒന്നിച്ച് അരിഞ്ഞ് കഴുകി വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ആയി. അങ്ങനെ എല്ലാ വിഭവങ്ങളും ആയി. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.